ഹലോ ഗൈസ്, അങ്ങനെ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഞാനാണെങ്കിൽ ഇന്നിവിടെ ഇന്ന് ആറ്റിയാൽ പൊങ്കാലയാണ്. അപ്പോൾ അതിന് പോവുകയാണ് ഗൈസ്. എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും പോയിട്ടുണ്ട്. അപ്പം ഇന്ന് അതിൻ്റെ അതിൻ്റെ വിശേഷം നിങ്ങൾക്ക് കാണിക്കാനാണ് ഞാൻ ഇന്ന് വന്നത്. അപ്പം ഇനി ഡിലേ ഇല്ലാതെ വ്ളോഗൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ടാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഓക്കെ, നമുക്ക് നേരെ പൊങ്കാല കിടക്കുന്ന സ്ഥലത്തോട്ട് പോകും. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവരിവിടെയാണ് പൊങ്കാല ഇടുന്നത്. ഇവിടെ ബയോടെക്നോളജി അങ്ങനെ എന്തോ പറയുന്നൊരു സ്ഥലത്താണ്. കാരണം നമ്മളെ വീട്ടിൻ്റെ 1 കിലോമീറ്റർ അടുത്തൊക്കെയാണ് ഗൈസ്. അപ്പോൾ കല്യാണിയുണ്ട്. അപ്പോൾ ഇവിടെ ആക്കിയിട്ട് നമ്മൾ പോകും. ഇവിടെ കത്തിക്കുമ്പോൾ ഞാൻ നിന്ന് കാര്യം, അതുകൊണ്ട് ഞാൻ നേരെ വീട്ടിലോട്ട് പോകും ഗൈസ്. അപ്പോൾ ഞാൻ ഇവിടേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങളെ നാട്ടിൽ പൊങ്കാല ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ ഗൈസ് കമന്റ് ബോക്സിൽ. എനിക്കറിയില്ല എവിടെയൊക്കെയാണ് പൊങ്കാല എന്ന്. ഗൈസ്, അവരിയ്ക്കുന്ന അടുത്ത് തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. രാവിലത്തെ ലഘു ഭക്ഷണം അവർ നേരത്തെ വാങ്ങിച്ച് കഴിച്ചിട്ടൊക്കെ ഉണ്ട്. ഇതാ വണ്ടി എങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവുകയാണ് ഗൈസ്. നല്ല തിരക്കായിട്ടുണ്ട്. ഏകദേശം ഇവിടെ എല്ലാവരും പൊങ്കാല ഇടാനായിട്ടുള്ള റെഡി ആയിട്ടുണ്ട്. 10 മണിക്കാണെന്ന് തോന്നുന്നു ഗൈസ് പൊങ്കാല. ഇവിടെ തന്നെ ഫുഡുണ്ട്. അപ്പോൾ ഇനി അവർക്ക് പേടിക്കേണ്ട വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇതെല്ലാം അവരുടെ സാധനമാണെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ മാമിയുണ്ട് ഗൈസ്, അമ്മയുണ്ട്, കല്യാണിയുണ്ട്. മാമി ഗൈസ്, പിന്നെ ഇവിടെ എൻ്റെ സൗണ്ട് കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല. സൗണ്ടൊക്കെ മാറി. ഇവിടെ നല്ല പാട്ടും കാര്യങ്ങളൊക്കെ ഇട്ടാണ്. അപ്പോൾ നല്ല ഹൈ വോളിയത്തിലാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ സൗണ്ട് കിട്ടുമെന്ന് അറിയില്ല. അപ്പോൾ മാക്സിമം വോളിയത്തിൽ ഞാൻ സംസാരിക്കാൻ നോക്കാം. ഇതിൽ മൈക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല, ഐഫോൺ ആയതുകൊണ്ട് വയർലെസ് മാത്രമേ കണക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ഫുൾ മാക്സിമം വോയിസ് എടുത്ത് നിങ്ങളെ കൊണ്ട് നന്നായിട്ട് എൻജോയ് ചെയ്യിപ്പിക്കാൻ നോക്കാം മാക്സിമം. അപ്പോൾ ഓക്കെ ഗൈസ്, എന്തായാലും ഇവിടെ പൊങ്കാലിടാൻ പോവുകയാണ്. പൊങ്കാലിടുന്ന ഞാൻ കാണിക്കാൻ പറ്റുവാണെങ്കിൽ കാണിക്കാം. ഞാൻ വണ്ടിയിൽ വെച്ച് വിഷ്വല് കാണിക്കാം ഗൈസ്. ഇവിടെ നിന്ന് എന്തായാലും ഞാൻ കരിയും ഗൈസ്, അതുകൊണ്ട് ഞാൻ വീട്ടിലോട്ട് ഇപ്പം തരും ഗൈസ്. പിന്നെ ഗൈസ്, ഇവിടെ 2 ചേച്ചിമാരുണ്ട്. ഹലോ, എവിടെ നിന്നാണ് ചേച്ചി? വീഡിയോ എടുക്കണതിൽ കുഴപ്പമുണ്ടോ? വീഡിയോ എടുക്കണതിൽ കുഴപ്പമുണ്ടോ? എവിടെ നിന്നാണ് പൊങ്കാല ഇടാൻ വരുന്നത്? പൂജപ്പുര. ഓക്കെ, സൗണ്ട് കിട്ടൂല, ഒന്ന് ഉറച്ച് പറയാൻ പറ്റും. അപ്പോൾ ഗൈസ്, നമ്മുടെ നാട്ടുകാരാണ്. അപ്പോൾ ഇവിടെ ഉള്ള മിക്കവരും നമ്മുടെ നാട്ടുകാർ തന്നെയാണ് ഗൈസ്. പിന്നെ ഗൈസ്, ഞാനാണെങ്കിൽ ഇതില്ലാതെ വ്ളോഗ് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നെന്ന് വിചാരിക്കുന്നു. ഡിലേ ഇല്ലാതെ വ്ളോഗ് വരും. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം ഗൈസ്. അപ്പോൾ ഓക്കെ ഗൈസ്, കല്യാണമാണെങ്കിൽ ഇതാ ഇവിടെ പൊങ്കാല എന്ന് പറഞ്ഞത് എന്താ, അവൾ പൊട്ടിയാണ്. ഈ വെയിലത്ത് മേക്കപ്പ് ഇപ്പം ഇവിടെ കരിഞ്ഞില്ലാണ്ടാവും. മേക്കപ്പ് എന്തിനു വന്നാ? സദ്യ ഉണ്ണാൻ വന്നേ? ചെറുക്കന്മാരെ നോക്കാൻ വന്നേ? വായി നോക്കാൻ വന്നേ? അതെ അതെ. ഓക്കെ ഗൈസ്, നമുക്ക് ഇവിടെ നിൽക്കുന്ന അവരുടെ വിശേഷങ്ങൾ, ഇവിടെ പൊങ്കാലിടാൻ വന്നവരുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം ഗൈസ്. തല മാറ്റടി. എനിക്ക് ഇങ്ങനെ എല്ലാവരുടെ അടുത്തും പോയി സംസാരിക്കാൻ ഭയങ്കര നാണമാണ് ഗൈസ്. എന്താണെന്നറിഞ്ഞൂടാ. സ്റ്റേജിലൊക്കെ കയറിയ പരിചയമുള്ളൂ. ഞാൻ ഭയങ്കര പക്ക ഇൻട്രോവേർട്ടാണ്. ഭയങ്കര ഇൻട്രോവേർട്ടാണ് ഗൈസ്. എന്താണെന്നറിയില്ല. അൾട്രാ ഇൻട്രോവേർട്ടാണ്. ആര് വന്ന് സംസാരിച്ചാൽ പേര് ചോദിച്ചാൽ പേര് പറയും. അത്രയൊക്കെ ഉള്ളൂ ഞാൻ ഗൈസ്. ഇവിടെ ആറ്റിയാൽ പൊങ്കാലയാണ്. അപ്പോൾ ആറ്റിയാൽ ദൈവത്തിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെച്ച് അവിടെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ കുറേ ഫ്രണ്ടിൽ തന്നെ ഇവിടെ കുറേ ഇതൊക്കെ ഇട്ടിട്ടുണ്ട് ഗൈസ്. എന്താ പൊങ്കാല ഇട്ടിട്ടുണ്ട്. ആ സൈഡിൽ പൊങ്കാല ഉണ്ട് ഗൈസ്. നല്ല പ്രകൃതി രമണീയമായിട്ടുള്ളൊരു പൂവാണ് ഗൈസ്. ഈ പൂവിൻ്റെ നടയിൽ അമ്മച്ചിമാരുണ്ട്. അപ്പോൾ അവിടെ കുറേ പേര് വിസിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി പൊങ്കാലിട്ട് കഴിയുമ്പം ഒരു വണ്ടിക്ക് ഇങ്ങോട്ട് അലോഡല്ലെന്നാണ് തോന്നുന്നത്. അലോഡായിരിക്കും, പക്ഷെ പോകാൻ പറ്റില്ല. ഭയങ്കര വെയിൽ, പോവുകയും കാര്യങ്ങളൊക്കെ ഗൈസ്. എനിക്ക് റോഡിൽ നടക്കൂടെ. ശരി, ഇതൊക്കെ കാണിച്ച് നടക്കണമെന്നുണ്ട്, പക്ഷെ പറ്റൂല. വല്ല വണ്ടി അടിച്ച് തൂക്കിക്കൊണ്ട് പോകും ഗൈസ്. പിന്നെ ഗൈസ്, തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ ഓഡിറ്റോറിയമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അനന്തപുരി പറഞ്ഞത് അനന്തപുരി ഓഡിറ്റോറിയം. പിന്നെ ഇവിടെ കുറേ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന വീടുണ്ട്. നമ്മുടെ വീട്ടിൻ്റെ അറൗണ്ട് ഏറ്റവും അടുത്താണ് ഗൈസ്. ജഗതിയിലാണ് എൻ്റെ വീട്. പൂജപ്പുര അപ്പുറത്തും ഇപ്പുറത്തുമാണ് ഗൈസ്. ഇതാണ് ഗൈസ് അനന്തപുരി ഓഡിറ്റോറിയം. നിങ്ങൾ ആരും കണ്ടിട്ടില്ലെങ്കിൽ ഗൈസ്, എനിക്ക് മതിയായി ഗൈസ്. നടന്ന് ഭയങ്കര വെയിൽ ഗൈസ്. വെയിലടിച്ച് ഹാഫ് മാത്രം കരിഞ്ഞിരിക്കുന്നു.
ഇനി എനിക്ക് വയ്യ, ഇനി ഞാൻ വീട്ടിൽ പോകാൻ പോകണം. ഇനി പൊങ്കാലയൊക്കെ ഇട്ടിട്ട് ഞാൻ വരാം ഗൈസ്. അപ്പോൾ ഓക്കെ ബൈ. വേൾഡ് റെക്കോർഡിലൊക്കെ റെക്കോർഡുണ്ട് ഗൈസ്. അത് ഞാൻ ആറ്റിയാലും പോയപ്പോൾ ഞാൻ എൻ്റെ റെക്കോർഡ് ബുക്കൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഗൈസ്, ഇവിടെ സീരിയലല്ല ചേട്ടന്മാരൊക്കെയാണ് ഗൈസ് ഇവിടെ വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കാണ് ഗൈസ്. ഇത് ഫുഡിനുള്ള ക്യൂ ആണ്. അപ്പോൾ ഓക്കെ ഗൈസ്. പിന്നെ എല്ലാ വീടും തുറന്നു വെച്ചിട്ടുണ്ട് എല്ലാവർക്കും പൊങ്കാല ഇടാനായിട്ട്. എല്ലാ വീടും ഒരു ഇതുമില്ലാതെ എല്ലായിടവും തുറന്നു വെച്ചേക്കും ഗൈസ്. അവരൊക്കെ വീട്ടിൻ്റെ അകത്ത് കയറി പൊങ്കാല എടുക്കാൻ പറ്റും. കയറണമെന്നുണ്ട് ഗൈസ്, പക്ഷേ ഇവിടെ ഫുള്ള് ഇതുണ്ട് ഗൈസ്. സമയമായാ കത്തിക്കാൻ അങ്ങനെ സമയമായിട്ടുണ്ട് ഗൈസ്. അവരൊക്കെ കത്തിക്കാനായിട്ട് പോവുകയാണ് ഗൈസ്. ഇവിടെയൊക്കെ വാഹനം വണ്ടികളൊക്കെ കയ്യേറിയിട്ടുണ്ട്. ഞാൻ പറയാൻ പറ്റിയ അച്ചടിയായിട്ട് പറയുന്നുണ്ട്. അപ്പം അല്ലെങ്കിൽ ഈ ഒരു ഏരിയ ഫുള്ള് ഭയങ്കരമായിട്ട് എല്ലാവരും നിറയേണ്ടതാണ്. ഇതൊരു വലിയൊരു കുളമാണ്, ആറെന്തരാണ്. ഇത് ഫുള്ള് ഭയങ്കര വണ്ടി കയറിയിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ട് ഇവിടെ കാണാൻ പറ്റില്ല. പക്ഷേ ഇവിടെ വണ്ടിയൊന്നും ഇല്ലായിരുന്നെങ്കിൽ ആൾക്കാർ ഫുള്ള് ജനം കിടന്ന് ഒഴുകുകയാണ്. ഒരു നൈസ് സ്ഥലം ഗൈസ്. ഇവിടെ ഒരു കൂടാരം പോലെ ഈ മരത്തിൻ്റെ വള്ളിയൊക്കെ ഒന്ന് ഇങ്ങനെ കയറി അടിച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ എൻ്റെ പഴയ സൗണ്ടാണ് ഈ സൗണ്ടാണ് കൊള്ളാമെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്. ഒരഴിക്ക വേസ്റ്റ് വാട്ടറാണെന്ന് തോന്നുന്നത്. ഇതും ഒരു കോവിലാണ് ഗൈസ്. ഗൈസ് ഇവിടെയാണ് ഗൈസ് എൻ്റെ അച്ഛൻ ജനിച്ച് വളർന്ന സ്ഥലമാണ് ഗൈസ്. കന്നേറ്റമുക്ക് എന്നാണ് ഗൈസ് അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇതൊക്കെ അച്ഛൻ്റെ ഏരിയയാണ്. സോ ഗൈസ്, അപ്പോൾ നമ്മളിനി പോകാൻ പോകുന്നത് ശാന്തി കവാടം വഴിയാണ് ഗൈസ്. എല്ലാവരും മരിച്ചു കഴിഞ്ഞാൽ കൊണ്ടടക്കുന്ന സ്ഥലമാണ് ഗൈസ് നമ്മുടെ. ഇതാണ് ഗൈസ് നമ്മുടെ തിരുവനന്തപുരത്തെ ശാന്തി കവാടം. തിരുവനന്തപുരത്തൊന്നുമില്ല അതെ ഗൈസ്. ഗൈസ് ഇത് തിരുവനന്തപുരത്തൊന്നും ഉണ്ട് ഗൈസ്, പക്ഷേ അത് കുറേ ദൂരമാണ്. തിരുവനന്തപുരത്ത് ഏറ്റവും അടുത്ത ശാന്തി കവാടം ഇതാണ് ഗൈസ്. ഇതാണ് ഗൈസ് അറ്റൽ അമ്പലത്തിലോട്ടെന്ന് പറയുന്നാൽ തിരിയുന്ന മെയിൻ ജംഗ്ഷനാണ് ഗൈസ്. ഇത് ഫുള്ള് പൂവാലെടുക്കാണ് ഭയങ്കര തിരക്കാണ്. കിടന്ന് കരയുടെ ഗൈസ് ഭയങ്കര ഇത് പുകയാണ് ഗൈസ്. ഗൈസ് ഇതൊരു സ്കൂളിൻ്റെ ഇതാണ് ഗൈസ്. ഇവിടെ ഭയങ്കര തിരക്കാണ് ഗൈസ്. ഇവിടെയാണ് ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ് ഗൈസ്. ഇത് റോഡ് വരെ ഉണ്ട് ഗൈസ്. റോഡിൽ ഇതാണ് ഗൈസ് ഭയങ്കര തിരക്കാണ്. ഈ ഒരു ഇവിടെ ഞാൻ മുമ്പ് എത്ര വർഷം മുമ്പ് അമ്മയൊക്കെ പൊങ്കാലയിട്ടിട്ടുണ്ട് ഗൈസ്. ഈ സ്കൂളിൽ ഇതൊരു സ്കൂളാണ് ഗൈസ്. ഈ സ്കൂൾ ഭയങ്കര തിരക്കാണ് ഗൈസ് പൊങ്കാലയ്ക്ക്. ഇത് കിള്ളിപ്പാല സ്കൂളാണ് ഗൈസ്. അച്ഛൻ പഠിച്ച സ്കൂളാണ് ഗൈസ്. ഇത് കിള്ളിപ്പാലത്താണ് ഗൈസ് അച്ഛൻ പഠിച്ചത്. ഈ സ്കൂൾ ഭയങ്കര തിരക്കാണ് ഗൈസ്. ഇതാണ് ഗൈസ് നമ്മുടെ ആറ്റിയാലോട്ട് തിരിയുന്ന മെയിൻ എൻട്രൻസ്. ഇവിടെയാണ് ഗൈസ് ഏറ്റവും ഭയങ്കര തിരക്ക് ഗൈസ്. ഇതെന്ന് പറയുമ്പോൾ ബസ് ഇങ്ങനെ നിരത്തിയിട്ടേക്കുന്നത് പൊങ്കാല കഴിഞ്ഞ് അമ്മമാർക്ക് ചേച്ചിമാർക്ക് എല്ലാവർക്കും എന്താ ഇപ്പോൾ അവരുടെ സ്ഥലത്ത് പോകാനായിട്ട് ഉള്ള ബസ്സുകളാണ്. കാരണം ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെയാണ് തിരുവനന്തപുരം ജില്ലയിൽ ഇത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മളെല്ലാം കഴിഞ്ഞ് വീട്ടിൽ എത്തിയിട്ടുണ്ട്. മുഖമൊക്കെ കരിഞ്ഞ് കരിക്കട്ടയായി. അപ്പോൾ ഇനിയൊന്ന് പോയി കുളിക്കണം ഗൈസ്. കുളിച്ചൊന്ന് റെഡി ആവണം. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനിയും പുതുത്ത വീഡിയോസായിട്ട് ഇനിയും വരും ഗൈസ്. അപ്പോൾ പഴയതുപോലെ നിങ്ങൾ സപ്പോർട്ടും എല്ലാം കാണുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ദിസ് ഈസ് ശങ്കരൻ വ്ളോഗ് സൈനിങ് ഔട്ട്.